നമസ്കാരം ഗൈസ്, പ്ലാനറ്റ്സലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തച്ചോട്ടുകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിക്കകത്താണ്. എന്താണ് ക്യാമറമാൻ, നിങ്ങൾ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി കാണിക്കാത്തത്? ഇത്രയും കിടുക്കനായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന ഒരുപാട് വീടുകളുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആ വീടാണ് ഈ കാണുന്നത്. വീടിൻ്റെ മുൻവശത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ലൈഡിംഗ് ആയിട്ടുള്ളൊരു ഗേറ്റ് കാണാം. അതുപോലെ തന്നെ വൈറ്റ് ഫിനിഷിൽ കൊടുത്തിരിക്കുന്ന ഒരു മതിലുകൾ കാണാം നമുക്ക്. അതുപോലെ ജാളി വർക്ക്സുകൾ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ ഗൈസ്? ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല, ഇവന് വേറെ ഏതൊക്കെയോ ഭാഗത്ത് പോയി നിൽക്കുകയാണ്. ആ കാണുന്നതാണ് ജാളി വർക്കുകൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തൊട്ടടുത്തുള്ള ഞാൻ പറഞ്ഞു ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗേറ്റ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഓപ്പറേറ്റ് ചെയ്യാതെ തന്നെ വെറും എൻ്റെ റിമോട്ട് കൺട്രോൾ കൊണ്ട്, അതും എൻ്റെ കൈ തന്നെ യൂസ് ചെയ്യുന്ന റിമോട്ട് കൺട്രോൾ കൊണ്ട് ഈ ഒരു ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നില്ല. സ്വിച്ച് മാറിപ്പോയി ഗൈസ്, ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ഇടത് ഭാഗത്തെ സ്വിച്ച് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യരുത്, വലത് ഭാഗത്തെ സ്വിച്ചാണ് ഈ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിശാലമായൊരു മുറ്റമാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുള്ളത് കാണാം. ഇനി നിങ്ങൾക്ക് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കിളിവാതിൽ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റാരും സഹായം ഇല്ലാതെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു വൃക്ഷം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് കലാഞ്ചിയോ അങ്ങനെ എന്തോ ഉള്ളൊരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ചും കൂടുതലായിട്ട് അറിയില്ല. ഞാൻ കൂടുതൽ അറിയാതിരിക്കുന്ന കാര്യം ഇരിക്കുന്നതിന് നല്ലത്. ഇവിടെ 2 വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇതൊരു പഞ്ചായത്ത് ഏരിയയാണ്. നമുക്ക് ഇവിടെ ഒരു കിണർ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെയും കുറച്ച് ഫ്ലവറുകൾ കൊടുത്തിട്ടുണ്ട്, പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ചേമ്പാണെന്നറിയാം, ഈ കാണുന്നത് ചേമ്പാണെന്നറിയാം. അങ്ങനെ ഇത്രയും മുളയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലക്ഷൂറീസ് ആയിട്ടുള്ള വീടിൻ്റെ എക്സ്റ്റീരിയർ എന്നെ കാണിക്കാതെ എക്സ്റ്റീരിയർ കാണിക്കൂ ക്യാമറമാൻ. അപ്പോൾ എക്സ്റ്റീരിയറാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഒരു സൂപ്പറായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വീടാണ്. സിമെൻറ്റ് ബ്ലോക്കിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഈ ചെരുപ്പ് ഞാനൊന്ന് ഊരിയിട്ടോട്ടെ. അകത്തേക്ക് കയറുമ്പോൾ ഒരു ഗ്രാനൈറ്റിൽ കൊടുത്തിരിക്കുന്ന ടൈലുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു ടൈല് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് തന്നെ ഏകദേശം ഒരു 6 അടിയോളം ടൈലിൻ്റെ വീതിയുണ്ട്. അത്രയ്ക്ക് വലിയൊരു സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. അതുപോലെ ഇവിടെ ഒരു ജാളി വർക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. ജാളി വർക്കിനെ കുറിച്ച് പറയുമ്പോൾ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന നല്ല എയർ സർക്കുലേഷനുള്ള ഒരു ജാളി വർക്കാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. അതുപോലെ ഇവിടുത്തെ വാതിലുകൾ കൊടുത്തിട്ടുള്ളത് ടീക്വുഡിലാണ്. ഗോദ്രേജിൻ്റെ തന്നെ ഒരു ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു നൈസ് ഡിസൈൻ ആണെന്ന് പറയാം. വളരെ ഓവറായിട്ട് വലിച്ചു വാരിയിട്ടുള്ള ഒരു വർക്ക് ഇതിൽ കൊടുത്തിട്ടില്ല. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു വാതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇൻറ്റീരിയറിലേക്ക് കയറി വരുമ്പോഴാണ് ഇവിടുത്തെ ആ ഒരു സ്വപ്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ വലിയൊരു ലിവിങ് ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കോർട്ടിയഡ് സ്പേസ് കൊടുത്തിട്ടുള്ളതായിട്ട് സാധിക്കും. ഇത് കോർട്ടിയഡ് നമുക്ക് പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്ക് ഒരു ചെറിയൊരു സ്പേസിലാണ് ഇവിടെ ഒരു ചെടികൾ ഇങ്ങനെ നട്ടിട്ടുള്ളത്. അതുപോലെ ഇവിടെ വാച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വീടാണെന്ന് എടുത്തു പറയാൻ തന്നെ സാധിക്കും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കർട്ടൻ ബ്ലൈൻഡ്സുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു കിടുക്കൻ വീടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ TV യൂണിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 100-110 ഇഞ്ച് TV യോളം വെക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു TV യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. WBCയുടെ പാനൽ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു വാൾ സ്റ്റിക്കറിങ് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ 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 സ്പേസുകൾ ഈ ഓരോ ഭാഗത്തുകൾ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ കുറേ കബോർഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു വെറൈറ്റി കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഫിനിഷിൽ കൊടുത്തിട്ടുള്ള ഒരു കബോർഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ചേട്ടന്മാരൊക്കെ സൗണ്ട് മ്യൂസിക് കേൾക്കുന്ന രീതിയിൽ ഒരു മ്യൂസിക് പ്ലെയർ വെച്ചിട്ടുണ്ട്, ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അത് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതല്ല. എനിവേ അങ്ങനെ നമ്മൾ ലിവിങ് ഏരിയ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നേരെ വരുന്ന ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലും ഒരു ചെറിയൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയുടെ സീലിംഗ് വർക്ക് നമ്മുടെ ക്യാമറമാൻ നിങ്ങളെ കാണിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്കിയേ, ലിവിങ് ഏരിയയിൽ ഒരു
സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത് കാണാം, കോബിൾ ലൈറ്റ്സുകൾ കൊടുത്തിട്ടുള്ളത് കാണാം, അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ കട്ടൺ ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്ന ഡൈനിങ് ഏരിയയിൽ ഒരു ജനൽ കാണാനായിട്ട് സാധിക്കുന്നു. 3 പാളികളുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ആഞ്ഞിലും മഹാഗണിയിലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയയെ കുറിച്ച് പറയുമ്പോൾ ഒരു 6 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. ഇവിടുന്ന് കിച്ചണിൻ്റെ തൊട്ടടുത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ചെയറാണ് ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആങ്കറിൻ്റെ സ്വിച്ചസ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ജാഗ്വറിൻ്റെ വാഷ് ബേസിനാണ്. ടാപ്പ് വന്നിട്ടുള്ളത് സൊമാനിയുടെ ടാപ്പാണ് കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. തൊട്ട് താഴെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ട് ഇവിടെ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വാഷ് ബേസിനാണ്. ഇവിടെ തൊട്ട ലൈറ്റ് കത്തുമോ? കത്തും. ലൈറ്റ് ഒരു ലൈറ്റേ കത്തുള്ളൂ? ഇല്ല, വേറെ വെറൈറ്റി ലൈറ്റുകൾ കത്തുന്ന ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വരൂ, വന്നു ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വാട്ടർ വരുന്ന രീതിയിലുള്ള ഒരു ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് സൊമാനിയുടെ ടാപ്പ് ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ലിവിങ്ങും ഡൈനിങ്ങും പരിചയപ്പെട്ടു. ഇനി നേരെ കിച്ചണിലോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഹാങ്ങിങ് ലൈറ്റ്സ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഒരു വീടിലെ ഈശ്വര അകത്തേക്ക് കയറി വരുമ്പോൾ വലിയൊരു കിച്ചൺ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറൈൻ പ്ലേയിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ സൂപ്പറായിട്ട് ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു കിച്ചൺ ഈ ഇടയ്ക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു കിച്ചൺ. ട്രേസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള കാണാം. സോഫ്റ്റ് ക്ലോസിൽ ചെയ്തിരിക്കുന്ന വാർഡ്രോബ്സ് കിച്ചൺ കബോർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. PVC ബോർഡാണ് ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഐബെല്ലിൻ്റെ ഒരു സ്റ്റൗ കൊടുത്തിട്ടുണ്ട്. 3 ബേർണറാണ് കൊടുത്തിട്ടുള്ളത്. ഫേബറിൻ്റെ തന്നെ വേവ് മോഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യാത്ത ഇതിൻ്റെ സ്വിച്ച് ഏതോ ഓണല്ല ഗൈസ്. അപ്പോൾ ഫേബറിൻ്റെ ഒരു ചിമ്മിനി, ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ റീൽസിലും കണ്ട് മടുത്ത ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ്. മടുത്തെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഓരോരോ അപ്ഗ്രേഡ് വെർഷൻ ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ കട്ടിംഗ് പ്ലേറ്റും അതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴുകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓഫാണ്. ഇത് ഓൺ ചെയ്യാൻ കണ്ടോ, ഇത് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കണ്ടോ, നല്ല പ്രഷറിൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വാഷ് ബേസിനാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ലൈറ്റല്ല വാട്ടർ കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് വെള്ളം, ഇതൊക്കെ എന്താണ് ഓപ്പറേഷൻ എന്നുള്ള കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഇത് അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇപ്പോൾ ഒരുപാട് വീടുകളിൽ ഇത് വയ്ക്കുന്ന ഒരു സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഡോറൊക്കെ അങ്ങ് അടച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഒരു വലിയൊരു കിച്ചൺ ഏരിയ നമ്മളിവിടെ കണ്ടു. കിച്ചൺ ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീട്ടിലെ ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ കുറേ ഫോട്ടോകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയുടെയൊക്കെ ഫോട്ടോകളൊക്കെ വെക്കുമ്പോൾ വെളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഇതൊക്കെ കാണാനായിട്ടുള്ള, എല്ലാവരും വെളിയിൽ നിന്നുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ, അങ്ങനെ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വാൾ പെയിൻറ്റുകൾ നമുക്കിവിടെ വേണമെങ്കിൽ വയ്ക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വരയ്ക്കുന്ന രീതിയിലുള്ള ഫോട്ടോസുകളൊക്കെ നമുക്കിവിടെ വയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും കോർണറിൽ നിന്ന് സംസാരിക്കുമ്പോൾ മൂന്ന് ഇടത്തെയും പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഒരേ സെയിം കളർ പെയിൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വാൾ സ്റ്റിക്കറിംഗ് ആണ്. അതുപോലെ സ്ലൈഡിംഗ് ആയിട്ടുള്ളൊരു കബോർഡ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. സ്ലൈഡിംഗ് ആയിട്ടുള്ള കബോർഡ് തുറക്കുമ്പോൾ ഇത്രയും വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കബോർഡ് നമുക്ക് ഇൻറ്റീരിയറിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു ഭാഗവും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രോയറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമിനെ കുറിച്ച് പറയുമ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എക്സോസ്റ്റ് ഫാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ലൂക്കറിൻ്റെ ഫാനാണ് എക്സോസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഹീറ്റർ പോയിന്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്, മനോഹരിയാണ് ഈ വീടെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് എൻട്രി ചെയ്യാണ്. ഇത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ആദ്യത്തെ ബെഡ്റൂമിനെ കാട്ടിലും കുറച്ചും കൂടെ സൈസ് കുറഞ്ഞൊരു ബെഡ്റൂമാണ്. എന്നാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ഇവിടെ നമുക്ക് കബോർഡിൻ്റെ സൗകര്യം കൊടുത്തിട്ടുള്ളത് കാണാം. സ്ലൈഡിംഗ് അല്ല, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന, സാധാരണ നമുക്ക് തുറന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കബോർഡ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ രണ്ടാമത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ വരുന്നത് മുകളിലേക്ക് പോകുന്നതിന് വേണ്ടി, അതായത് എന്നെ മുകളിലോട്ട് എടുക്കാനുള്ള സ്റ്റെയർ കേസിൻ്റെ മുകളിലോട്ട് പോകാനാണ്. കയറുമ്പോൾ തന്നെ നമുക്കിവിടെ കുറേ ലൈറ്റുകൾ എന്നെ ഇങ്ങനെ വിളിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ GS കോട്യൂബിൽ ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ള കാണാം. മഹാഗണിയിൽ ടോപ്പ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുകളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഫിനിഷിൽ കൊടുത്തിരിക്കുന്ന ഒരു റൂഫിംഗ് കാണാം. അതിൽ തന്നെ റിംഗ് മോഡലുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു
ഫ്രെയിമിൽ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു ഫിറ്റിംഗ് ആണ്. എന്താണ് ഈ സംഭവം എന്ന് വെച്ചാൽ ഇതിനൊരു 2500-3000 രൂപയൊക്കെ വരും. ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് സാധനം കിട്ടും. ഇത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു വാൾ ആർട്ട് പോലെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റീൽ പോലത്തെ ഒരു സംഭവത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഷീറ്റിൽ GA ഷീറ്റിലാണെന്ന് തോന്നുന്നു. ഇത് എന്ത് മെറ്റീരിയൽ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഒരു TV യൂണിറ്റ്, ഇവിടെ ഒരു ചെറിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ചില മിക്ക ആൾക്കാർക്ക് ഇപ്പോൾ TV വയ്ക്കാനായിട്ടുള്ള താല്പര്യക്കുറവ് കൂടുതലായിട്ട് വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ഒരു ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു ബെഡ്റൂം നമ്മൾ താഴെ കണ്ട സെയിം ബെഡ്റൂമിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. മുകളിൽ ജിപ്സം വർക്കിന് പകരം പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ജിപ്സം വർക്ക് കൊടുത്ത് അലമ്പാക്കുന്നതിനെക്കാട്ടിലും പ്രൊഫൈലായിട്ട് കൊടുത്താൽ ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. അങ്ങനെ ആ ഒരു ബെഡ്റൂം നമ്മൾ കണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു തിയേറ്റർ റൂമായിട്ടൊക്കെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂമാണ്. നാലാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബെഡ്റൂമാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള 14 സൈസിൽ വരുന്ന ഒരു വലിയൊരു ബെഡ്റൂമാണ് നമുക്കിത് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കബോർഡ്സുകൾ നോക്കിയേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കബോർഡ്സുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കിടിലനായിട്ട് ഒരു ബെഡ്റൂം ഈ ഇടക്കാലത്തൊന്നും കണ്ടില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണാം. ഒരു മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കബോർഡ്സുകൾ കൊടുത്തിട്ടുള്ളത് കാണാം. WBCയുടെ പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. ഒരു കോബിൾ ലൈറ്റ് വന്നിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ താഴെ കണ്ട സെയിം ബെഡ്റൂം തന്നെയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സെയിം അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും കബോർഡ്സുകൾ കൊടുക്കാതിരിക്കാൻ അവർ മറന്നിട്ടില്ല. ഇവിടെയും കബോർഡ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുകളിലേക്ക് പോകുന്നതിന് വേണ്ടി ടെറസ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ടെറസിൽ പോയിട്ട് ഇപ്പോൾ ഒന്നും കാണില്ല, നട്ടുച്ചയാണ്, ഒരുപാട് വെയിലുകളും കാര്യങ്ങളും കാണും. അപ്പോൾ ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്റ്റിംഗ് നമ്പർ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഉണ്ടാവും. ഇത് ഈ വീട്ടിലെ ബാൽക്കണി ഏരിയയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ഏരിയയാണ്. ഈ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് വീടുകൾ ഇങ്ങനെ വച്ച് വിറ്റ് പോയിട്ടുണ്ട്. ഇവിടെ ഇനി ആകപ്പെടെ 2 വീടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ വീടുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീടിൻ്റെ പാല് വെച്ചത് ഈ ഇടക്കാലത്ത്, അതായത് ഇന്നലെ എന്തോ നടന്ന സംഭവമാണ്. അവിടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഞാൻ കുറേ നേരം ഇന്ന് വായി നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് നിങ്ങളുടെ പറയണമെന്നുള്ളത് എനിക്കറിയില്ല. എന്നിരുന്നാലും എനിക്ക് നിങ്ങളുടെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു വീട് വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും ഒരു ഹോം തിയേറ്റർ സ്പേസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ എത്ര രൂപയാണ് വരുന്നത്? 1,25,00,000 രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. 26 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പൈസയ്ക്ക് ഞങ്ങൾക്ക് ബാങ്കുമായിട്ട് അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് ലോണ് സെറ്റാക്കി തരാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്.